മച്ചന്മാരെ, രാവിലെ തന്നെ മഴയൊക്കെ നനഞ്ഞുള്ള പരിപാടി വെച്ചാൽ നമ്മളിന്നലെ വൈകുന്നേരം ഒരു വല ഇട്ടിട്ടുണ്ടായിരുന്നു. 2 വലയാണ്. ഒന്ന് 110-ൻ്റെ വാളവല, പിന്നെ നമ്മുടെ കാരി കല്ലുമുട്ടയൊക്കെ കിട്ടുന്ന 60-ൻ്റെ വല. ഈ 2 വല ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോവുകയാണ്. അപ്പം വല ഇട്ടതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. വല ഇടുന്ന എന്തോ കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് ആ വല ഏതെങ്കിലും ഒന്ന് പോയി നോക്കാം. എന്തെങ്കിലും കിട്ടുമെങ്കിൽ നമ്മൾക്ക് നിങ്ങളെ വീഡിയോ കാണിക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ വലയിലെ കയറഴിക്കുകയാണ്. എന്നാ കയറ്റി വെച്ചോ, വേണ്ട ഇതാ കയർ. പുതിയ മീനൊന്നും ഇല്ലെന്നാണ് അവിടെ ഇപ്പം വലയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. നോക്കാം, 2 മക്കൾ ഒരുമിച്ചിരിക്കും. കണ്ട പുറത്ത് കിടന്നുണ്ട് ഒരു സിലോപ്പി. നമുക്ക് ആദ്യത്തെ മീൻ കിട്ടുന്നുണ്ട്. ഒരു സിലോപ്പി കണ്ടോ, നമ്മുടെ വല ആദ്യത്തെ മീൻ. മച്ചന്മാരെ, നമ്മുടെ 110-ൻ്റെ വല ഏകദേശം വലിച്ചു തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ 110-ൻ്റെ വല ഏകദേശം വലിച്ചു തീർന്നിട്ടുണ്ട്. ആ കിട്ടിയത് എനിക്ക് ഒരു സിലോപ്പിയാണ് കിട്ടിയേക്കുന്നത്. ഇത്രയും ഏരിയ വലിച്ചിട്ട് ഒരു സിലോപ്പിയാണ് കിട്ടിയത്. അതും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. എൻ്റെ കയ്യിൽ വലിപ്പമുള്ളൊരു സിലോപ്പിയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. നല്ല വലിപ്പമൊരു സിലോപ്പിയാണ്. ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. അതാണ് ഈ വലയുടെ പ്രത്യേകത. എന്നാണ് കിട്ടുവാണെങ്കിൽ വലിയ വാളയോ വലിയ സിലോപ്പിയോ അങ്ങനെ വലിയ മീൻ എല്ലാം കിട്ടും. അല്ലാതെ പ്രത്യേകിച്ച് വെച്ചൊന്നുമില്ല. ഇത് നമ്മൾ ആ 60-ൻ്റെ വലയും കിട്ടുന്നുണ്ട്. അതിങ്ങനെ നല്ല ആ കാണുന്ന ഭാഗത്ത് ഇപ്പോഴത്തെ ഒരു മടയിലോട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ പോയി 60-ൻ്റെ വലയും കൂടെ പൊക്കിയിട്ട് നമുക്ക് വെല്ലം കിട്ടുമെന്ന് നോക്കാം. വാരിട് ഒരു ലോഡ് പോളാൻ കയറ്റിക്കൊണ്ട് വരുന്നു. എൻ്റെ അളിയ, അങ്ങനെ നമുക്ക് ആദ്യം കിട്ടിയേക്കുന്നൊരു കാര്യം ആമ തകർത്തിട്ടേക്കാണ്. വേണ്ട എൻ്റെ പൊന്നെ, എൻ്റെ വലിപ്പം കണ്ടോ, ഇത്രയും വലിയ കാര്യമാണ് ആമ തിന്നേക്കുന്നത് കണ്ടോ. നമുക്ക് നഷ്ടം, ആമയ്ക്ക് സുഖം. ഇത് എടുക്കാനൊന്നും കൊള്ളത്തില്ല. എങ്ങനെ കഴിക്കാൻ ഇതിന്? ആമ തിന്നേൻ്റെ ബാക്കി. അപ്പോൾ ഇത് നമുക്ക് എടുത്താൽ കളയാം, ഊരി കളയാം. പിന്നെ എൻ്റെ ആപ്പാരോടൊക്കെ നല്ലൊരു കാര്യം, അതിന് ആമയും കയറ്റാറും. എങ്ങാണ്ട് മീനാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കണ്ട കയറി ഉടങ്ങി കിടക്കും. ഉടക്ക തപ്പ ഉടക്കി കിടക്കും. എന്നാ ബാഗിലൂടെ വേണം, ബാഗിലൂടെ ഇടും. ഒരു വരാലുണ്ട് മച്ചന്മാരെ. നമ്മുടെ വല ഇന്ന് അടുത്ത് ഒരെണ്ണം കിട്ടിയേക്കുന്നത്. അവൻ ചത്ത് കിടക്കും. ബാഗിലോട്ട് വേണ്ട, ഒരു വരാലുണ്ട്. അങ്ങനെ ഭയങ്കര നഷ്ടമാണ്. അതിൻ്റെ വായിലെല്ലാം ഉണ്ട് കേട്ടോ. വേണ്ട, നമുക്ക് കിട്ടിയ വരാൽ. അപ്പം 2 സിലോപ്പിയും ഒരു വരാലും കിട്ടിയിട്ടുണ്ട്. ഇത്ര 2 വല കേട്ടോ. എന്നാ മടക്കി വല്ലതും കാണും. എന്നാ ബായിക്കോട്ട് കഴിഞ്ഞിട്ടോണേ. ഇങ്ങോട്ട് കിടക്കല്ലേ. കല്ലുമൂട്ടിയൊക്കെ കിടപ്പുണ്ട്. പക്ഷെ കല്ലുമൂട്ടിയൊക്കെ സൈസാക്കിയിട്ടേക്കും. അടുത്തൊരു കല്ലുമുട്ടി കിട്ടിയിരിക്കുന്ന ആമ സൈസാക്കിയിട്ടേക്കും കണ്ടോ.
മീനെയൊക്കെ നമ്മളെങ്ങനെ എടുക്കാൻ? വേണ്ട വേണ്ട, പാതി മതി. നമ്മളങ്ങനെ തളരില്ല. അതുങ്ങളെ കൊല്ലാൻ പറ്റുമോ? അവരുടെ ഫുഡൊക്കെ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കളയുവാണ്. അടുത്ത കല്ല് പൊട്ടി. ഇവരെ ജീവനുണ്ട് കേട്ടോ. ഇത് കത്തിട്ടില്ല, ശകലം ജീവനുണ്ട്. വേണ്ട കേട്ടോ, തൊണ്ടയൊക്കെ ഉണ്ട്. വേണ്ട, പടക്ക. ഇത് നമുക്ക് ഉപകാരപ്പെട്ടു. വേണ്ട, അത്യാവശ്യം വലിപ്പുള്ളി തല്ലിമുട്ടി. ഒരു കല്ലും കൂടെ കിടപ്പുണ്ട്. ഇവിടെ ഒഴുക്കായിട്ടുണ്ട്. അങ്ങനെ മച്ചന്മാരെ, നമ്മുടെ വലയിടിയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ വലയെ രണ്ടും എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം നമുക്ക് മൊത്തം കിട്ടിയ മീൻ ഇപ്പം ഇത് നഷ്ടമായിപ്പോയി. നേരെ കിട്ടിയത് മുതലെന്ന് പറയുന്നത് ഈ സിലോപ്പിയ ഇല്ല മനസ്സിലാ. നല്ല വലിപ്പമുള്ള ഒരു സിലോപ്പിയ, ഏകദേശം നല്ല വലിപ്പമുണ്ട്. ഒരു 500 ഗ്രാമോളം വലിപ്പമുള്ള സിലോപ്പിയ, ഒരു വരാലും, ഒരു കല്ലുമുട്ടി, 3 ഇനത്തിൽപ്പെട്ട മീൻ. ഇതാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ വീഡിയോ ആയിട്ട് കരുതുക എല്ലാവരും. വലിയ മീൻ മെച്ചമൊന്നും ഇല്ലായിരുന്നു ഇപ്രാവശ്യം വലയിട്ടിട്ട്. ഇവരെ 2ാമത്തെ 3ാമത്തെ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ അച്ചാമാരെ, നമ്മൾ വലയൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ ശരിക്കും കിട്ടും. അതായത് നമുക്ക് നിരാശപ്പെട്ടില്ല. കറി വെക്കാനുള്ള മീനെങ്കിലും കിട്ടി. അതുപോലും കിട്ടാത്ത ആൾക്കാർ ഇവിടുന്ന് വലയം വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഓരോ സാഹചര്യം, അങ്ങനെയാണ്. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.